നമസ്കാരം. നമ്മൾ മലയാളികൾക്ക് ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് പുളിശ്ശേരി. പുളിശ്ശേരി രണ്ട് തരത്തിൽ ഉണ്ടാക്കാം. മാമ്പഴ പുളിശ്ശേരി അല്ലെങ്കിൽ പൈനാപ്പിൾ പുളിശ്ശേരി. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം കഷ്ണങ്ങളായി അരിഞ്ഞ പൈനാപ്പിൾ, ഒരു പച്ചമുളക്, ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം, ഇത്രയും ചേർത്ത് നമ്മളതൊന്ന് വേവിച്ച് വയ്ക്കുക. വേവിച്ചതിന് ശേഷം അതിലേക്ക് ചിരകിയ ശർക്കര ആഡ് ചെയ്യുക. ശർക്കര ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി യോജിച്ച ശേഷം അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരും. ആ പൈനാപ്പിളൊക്കെ ആ ഒരു ശർക്കരയുടെ ഒരു കളർ, ഒരു ഗോൾഡൻ കളർ പോലെ ഇങ്ങനെ വരാൻ നേരത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പിന് ആവശ്യമായ സാധനം തേങ്ങ, പച്ചമുളക്, ജീരകം എന്നിവ ചേർത്ത് വെച്ചേക്കുന്ന ആ മിക്സ് നമുക്കെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് അതൊന്ന് ചേർന്ന് വരണം. അതൊന്ന് ചേർന്ന് മിക്സ് ആകുമ്പോഴത്തേനും ലേശം ഉലുവാപ്പൊടി കൂടി നമുക്ക് അതിലേക്ക് തൂക്കി കൊടുക്കാം. ഈ ബാക്കി വന്ന അരപ്പുണ്ടല്ലോ, അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് ആ വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ അരപ്പെല്ലാം നന്നായി പിടിച്ച് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിതൊരു 2 മിനിറ്റ് നന്നായി വേവിക്കുക. വേവിച്ച ശേഷം നമുക്ക് തീയിൽ നിന്നും മാറ്റി വെക്കാം. അല്പം ചൂടാറിയ ശേഷം നമുക്ക് വിസ്ക് ചെയ്ത് കേർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. കേർഡ് മെല്ലെ മെല്ലെ ആഡ് ചെയ്ത് അതിങ്ങനെ ഇളക്കി 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 കൊടുക്കുക. രണ്ടും കൂടെ ചേർന്ന് വരട്ടെ. അത് നന്നായി യോജിപ്പിച്ചെടുക്കുക. താളിക്കാനായി അല്പം വെളിച്ചെണ്ണ ചേർത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ലേശം കടുകിട്ട് നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്ത് 2 വറ്റൽമുളക് കൂടി ആഡ് ചെയ്യും. അത് പൊട്ടുമ്പോൾ അതൊന്ന് താളിക്കുക. നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടോ.